ഹായ് ഹലോ, എന്തൊക്കെയാ മക്കളെ, സുഖല്ലേ? പൊന്നാരച്ച മക്കളെ, എല്ലാവരുടെ പെരയിലും ഉണ്ടാവും ഇതേപോലെ മധുരമില്ലാത്ത കുറേ പഴുത്ത ചക്ക. എന്താ കാട്ടുക, എങ്ങനെ എന്താ അറിയാതെ നമ്മളങ്ങനെ ഒരു മൂലൊക്കെ കൂട്ടിയിടും, അത് കൊണ്ടുപോയി കളി. അപ്പം ഇനി കളയാനും കൊണ്ടുപോയിടാനും ഒന്നും നിൽക്കണ്ട, ഇതേപോലെ ചെറുതാക്കി ഇങ്ങോട്ട് അരിഞ്ഞെടുത്തോളി. എന്നിട്ട് ഈ ചക്കയും കുറച്ച് ചക്കരി ഉണ്ടെങ്കിൽ ആ ഉൻ്റെ പൊന്നു മക്കളെ, വേറെ ലെവലാണ് ആ സംഭവം. അപ്പം ഇനി ഇതൊക്കെ മുറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം അതാ ഞാനെല്ലാം ചെറുതാക്കി മുറിച്ചെടുത്തേക്കണ്. കണ്ടോ, ഇതേപോലെ അങ്ങോട്ട് നുറുക്കിയാണ് കൂട്ടിക്കോളി. ഷേപ്പൊന്നും നോക്കണ്ട, ഏത് ഷേപ്പിലും വെട്ടിയാണ് നുറുക്കിക്കോളി. ഇതാ വെട്ടിയാണ് നുറുക്കിയതിന് ഇനി നമ്മൾ എന്ത് കാട്ടണം, ഒരു കുക്കർക്കാണ് ഇടുക. കുക്കറിലാണ് ഇട്ടിട്ട് 2 or 3 വിസിലാണ് വരുത്തുക. വിസിലാണ് വരുത്തിയിട്ട് അത് നല്ലോണം ഉടച്ചുകൊണ്ട് എടുക്കുക തന്നെ. നല്ലോണം അങ്ങോട്ട് വിസിലാണ് വരുത്തുമ്പോൾ തന്നെ ചക്ക വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമല്ല, കാരണം അതിൽ തന്നെ ഉണ്ടാവും. ആവശ്യത്തിന് വെള്ളം ചക്ക തന്നെ കുടിച്ചിരിക്കണം. ഇനി നമ്മൾ അതിനൊന്നും വെള്ളം ഇതാക്കണ്ട. പിന്നെ ഒട്ടിപ്പിടിച്ചാത്ത കുക്കറാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഒഴിച്ചു കൊടുത്തോണ്ട്. അപ്പം അതാ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിരിക്കണ്. ഇനിയാണ് വിസിൽ വരുത്തട്ടെ. 2-3 വിസിലാണ് വരുത്തുക. ഇതേ വലിപ്പത്തിലുള്ള ഒരു ഉണ്ട ചക്കരാണ്ട് എടുത്തുക്കണ് ഞാൻ. അതിനങ്ങോട്ട് കൊത്തി നുറുക്കിയേ തല്ലി പൊട്ടിച്ചാണ്ടോ ഈ പരുവത്തിലുണ്ടാക്കുക. ഈ പരുവത്തിലായതൊക്കെ ഇനി നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അടുപ്പത്താണ് വെച്ച് നല്ലോണം തിളച്ചിട്ടാണ്ട് ഉരുകിയാണ് വരട്ടെ ചക്കര. ഇളക്കിക്കോളി മക്കളെ, ഇളക്കിക്കോളി. ഇളക്കി അതിനാണ്ട് ഉരുക്കിയാണ്ട് എടുക്കുക തന്നെ. പിന്നെ വേണ്ടത് നമ്മളെ ചക്കയൊക്കെ കണ്ടോ, വെന്ത് നല്ലോണം അങ്ങോട്ട് ഉടഞ്ഞിക്കണ്. കണ്ട നിങ്ങൾ, ഇതിക്ക് ഒരു വെള്ളത്തിൻ്റെ ആവശ്യമല്ല. വെള്ളം ഒട്ടും ഞാൻ ഒഴിച്ചിട്ടില്ല. കണ്ടോ, നമ്മളെ ഉരുക്കി വെച്ച ചക്കര. ചക്കരയൊക്കെ കിടക്കണ കടത്തം കണ്ടില്ലേ. ഇനി ഒരു ചട്ടിയാണ് ചൂടാക്കാൻ വെക്കുക. ഏത് ചട്ടിയും പറ്റും കേട്ടോ. ഇന്ന മോഡൽ ചട്ടിന്നൊന്നുമില്ല. അടിക്ക് പിടിക്കരുത്, ഇളക്കിക്കൊണ്ട് നിൽക്കണം. അടി കുറച്ച് കനമുള്ള സൈസ് നോക്കിയിട്ടാണ് എടുക്കുക. അടി പിടിച്ചാത്ത ഏത് ചട്ടിയും നമുക്ക് എടുക്കുക. 2 സ്പൂൺ നെയ്യാണ്ട് ഒഴിച്ചു കൊടുക്കുക. ആണ്ട് ഇളക്കുക തന്നെ. നല്ലോണം അങ്ങോട്ട് ചൂടാകട്ടെ എണ്ണയൊക്കെ. അപ്പം അതാ നെയ്യ് ചൂടായി വന്നിക്കണ്. ആ നെയ്യക്കാണ് നമ്മളിപ്പോൾ ഈ ചക്കനാണ് കോരിയിടുന്നത്. ചക്കീത്ത വെള്ളമൊക്കെ പോണ വരെ നമ്മളാ നെയ്യിലിട്ടാണ്ടേ നല്ലോണം അങ്ങോട്ട് ഇളക്കി മറിച്ച് തന്നെ അങ്ങോട്ട്. വെള്ളമൊക്കെയാണ് പോയി എല്ലാം ഇതായി കഴിഞ്ഞു എന്നുണ്ട് അറിയുമ്പോൾ നമ്മൾ എന്ത് കാട്ടണം, അതിക്ക് ആ ഉരുക്കി വെച്ച ശർക്കര ഉണ്ടല്ലോ, അതിനങ്ങോട്ട് ഒഴിച്ചാണ് കൊടുക്കന്നെ. തീയൊക്കെ കുറച്ചിട്ട് വേണം കേട്ടോ ശർക്കരയൊക്കെ ഒഴിച്ച് കൊടുക്കാൻ. കാരണം ശർക്കരയും കൂടെ ഇതാവുമ്പോൾ അത് പൊട്ടാൻ തുടങ്ങും. കണ്ടോ, പൊട്ടി പൊട്ടി വരുന്ന കാണുന്നുണ്ടെങ്കിൽ ശരിക്കും നോക്കി അങ്ങക്ക് പറ്റും. കൈയും കാലും ഒന്നും പൊള്ളിക്കരുത്. അവനാൻ്റെ തടി കാത്തിട്ടുള്ള ഇളക്കുക. ഇനി ഇളക്കി ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട്. അത് ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് അടിയിൽ പിടിക്കാതെ തീയും കുറച്ചിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നെയ്യ് ആ കുറുകി വരുന്നതിനനുസരിച്ച് നെയ്യ് കുറേശ്ശെ കുറേശ്ശെ നമ്മളിങ്ങനെ ഒഴിച്ച് ഇളക്കി കൊടുക്കണം. ഇളക്കുക ഇളക്കുക ഇളക്കുക, ഇതന്നെ പരിപാടി. തീ കുറച്ചിട്ടിട്ട് ഇളക്കണം കേട്ടോ. പിന്നെയും പറയണ വേറൊന്നും കൊണ്ടല്ല, കയ്യും കാലും ഒന്നും പൊള്ളരുതാരത്. കണ്ടോ, ഇതേപോലെ കുറുക്കിയെടുക്കുക. വീണ്ടും നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ടൈറ്റായിന്ന് കാണുമ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചിങ്ങനെ കൊടുക്കണം. അടിക്ക് പിടിക്കാതെ തീ കുറച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട്
വരട്ടി ഇങ്ങോട്ട് എടുക്കുക. കുറുകി വരുന്നുണ്ട്. ഹലുവ ഉണ്ടാക്കണ അതേപോലെ തന്നെ നല്ലോണം അങ്ങോട്ട് ഇളക്കി മറിച്ചന്നെ അങ്ങോട്ട് പണ്ടാരിവാള് പോലും ഉണ്ടാവില്ല, ഇങ്ങനെ ഇളക്കി മറിച്ചു. കണ്ട, ഇതിലേക്ക് നമ്മൾ വീണ്ടും നെയ്യ് ഇട്ട് കൊടുക്കുക. ആ ശർക്കരയിലും നെയ്യിലും കിടന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇതാവണത്. ഇനിയാണ് നമ്മൾ ജീരകവും, ചെറിയ ജീരകല്ലേ, ചെറിയ ജീരകവും ചുക്ക്, ഏലക്കായ ഇതൊക്കെ പൊടിച്ചാണ്ട് അവനാൻ എത്രയാണോ വേണ്ടത് വെച്ചാൽ അളവും കാര്യമൊന്നും ഞാൻ പറയണില്ല, അളവിനനുസരിച്ച് നമ്മൾ പൊടിച്ചാണ്ട് അതിൽ ചേർക്കുക. കാരണം ഓരോരുത്തരും കുറച്ചും കൂടുതലൊക്കെ ആയിട്ടേക്കാരം ചക്ക എടുക്കുക. അപ്പം അതിനനുസരിച്ച് കണ്ടാണ്ട് നമുക്ക് എത്ര വേണമെന്നുള്ളത് അതിനനുസരിച്ച് നമ്മൾ എടുക്കുക, വരട്ടുക. ഇതാ തീർന്നു, ഇത്ര ഉള്ള പരിപാടി. ചക്ക വരട്ട് റെഡി. കണ്ടോ, ഈ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, ആള് തിന്നുമ്പോൾ സൂപ്പറാണ്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളി, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളി. ഇൻഷാ അല്ലാഹ് ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.